അപ്പോൾ അമ്മേ അറിയത്തില്ല. അപ്പോൾ അമ്മേ എന്നെ അടുത്ത വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പബ്ലിക് ഇടുക കേട്ടോ. പ്രൈവറ്റ് അല്ല, പബ്ലിക്ക്. ഇന്നെടുത്ത വീഡിയോ രണ്ടെണ്ണം. നിങ്ങൾ എന്താ ഇന്നത്തെ പറഞ്ഞ കാര്യങ്ങൾ, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും മാനിക്കേട് തോന്നുന്നുണ്ടോ? അല്ല നിങ്ങൾ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും മാനിക്കേട് തോന്നുന്നുണ്ടോ? നിങ്ങൾ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും മാനിക്കേട് തോന്നുന്നുണ്ടോ? ഇത്രേ പറഞ്ഞുള്ളൂ. ഇന്നടുത്ത വീഡിയോ ഞാൻ ഇത് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും പബ്ലിക് ഇടുക. അതിൻ്റെ ക്യാപ്ഷൻ്റെ പേര് ഒരു കല്യാണ വിളി അവലോകനം. ഓക്കെ, പറഞ്ഞു അറിയിക്കാന്നുള്ളത് എൻ്റെ മര്യാദ. സെറ്റ് ചെയ്തിരിക്കുന്നവരുടെ പരിപാടി നീ പറയുന്നതാക്കണം. അങ്ങനെ ഒരിക്കലും പറഞ്ഞില്ലല്ലോ. അങ്ങനെ പറഞ്ഞില്ലല്ലോ. ഞാൻ ഓപ്ഷൻസ് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അത് അവൻ്റെ ആണ് താല്പര്യം. അത് കല്യാണം കഴിക്കുന്നവരുടെ ചോയ്സാണ് അവരെങ്ങനെ പരിപാടി നടത്തണമെന്നുള്ളത്. ഞാൻ പഠിക്കണ്ടല്ല, അപ്പല്ല പഠിക്കേണ്ടത്. ഒരാൾ വന്നു കഴിഞ്ഞാൽ സംസാരിക്കാനായിട്ട് ഞാനോടുണ്ടായിരുന്നു. ക്ഷണിക്കാൻ വന്നപ്പം ആ കൂട്ടത്തിൽ മക്കളെയും കൂടെ കുടുംബമായിട്ട് ക്ഷണിക്കുന്ന ഭാഗമായിട്ട് മക്കളെ അപ്പടെ നിലപാടും പറഞ്ഞു. എന്റെ നിലപാട് പറയണം, അത് എന്റെ റൈറ്റ് ആണ്. എന്റെ നിലപാട് പറയണം എന്നുള്ളത് എന്റെ റൈറ്റ് ആണ്. മാറ്റം സംഭവിക്കാനും ഞാൻ എന്റെ കാര്യം പറയുന്നു, അത്രേ ഉള്ളൂ. അല്ല മാറ്റം സംഭവിക്കാനും മാറ്റം വരണമെന്നുള്ള അവർ വിചാരിക്കണം. ഞാനെപ്പോഴും പറയുന്ന പോലെ ആരും നിങ്ങളുടെ അല്ല തോട്ട് അങ്ങനത്തെ അപമാനിക്കപ്പെടുന്നുണ്ടെന്നുള്ളത് നിങ്ങളുടെ തോട്ടാണ്. ഇപ്പൊ തന്നെ ആന്റി പറഞ്ഞത് സബ് രജിസ്ട്രാർ ഓഫീസിൽ പോയി നമ്മൾ രജിസ്റ്റർ മാരേജ് ചെയ്യുകയാണെങ്കിൽ പോലും സമൂഹം നമ്മളെ നോക്കി കാണുന്നത്. അപ്പൊ ഞാൻ എന്നോട് പറഞ്ഞത് എന്താണ്, നമ്മൾ ഈ നാട്ടുകാരെ കാണുന്നുണ്ടല്ലോ ആ പ്രശ്നം. നാട്ടുകാരെ നമ്മൾ കാണുന്നില്ലെങ്കിൽ പ്രശ്നമില്ലല്ലോ. പക്ഷെ എനിക്ക് ആ ഒരു തോട്ടില്ല. കാരണം ഞാൻ ആന്റിയോട് പറഞ്ഞ ആ കാര്യം എന്താണ്, നാട്ടുകാരെ കാണാൻ പോയാൽ നമുക്ക് സ്വാതന്ത്ര്യമില്ല. പക്ഷെ നാട്ടുകാർ നാളെ ഒരിക്കലും സമൂഹം ആ ഒരു ബോധത്തിൽ വരുമ്പോഴത്തേക്ക് സമൂഹം അത്തരത്തിലേ കാണുകയുള്ളൂ. സമൂഹം ചിലപ്പോൾ നോക്കത്തില്ല, സമൂഹം ഓർക്കും അത് അവരുടെ പേഴ്സണൽ സ്പേസ്, അതിന്റെ റെസ്പെക്ട് ചെയ്യുന്ന രീതിയിൽ സമൂഹം നാളെ ആവും. സമൂഹം ഇപ്പോഴങ്ങനെ ആയി തുടങ്ങിയിട്ടുണ്ട്. സിറ്റിയില്ല ആരുടെ ആവശ്യമില്ല. രജിസ്ട്രേഷൻ ഓഫീസിൽ പോയി ചെയ്താലോ അവർ മനുഷ്യന്റെ ആവശ്യമില്ല സിറ്റിയിൽ. അതേസമയം നമ്മൾ ഗ്രാമത്തിൽ താമസിക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവരുമായിട്ടൊരു ബന്ധം വേണം. അങ്ങനെയുള്ളിടത്ത് നമുക്ക് നാട്ടുകാരില്ലാതിരിക്കാൻ പറ്റത്തില്ല. അതാണ് ഇപ്പോൾ അവളും പറഞ്ഞത്. അവൾക്കും രജിസ്റ്റർ ചെയ്യുന്നതായിരുന്നു ഇഷ്ടം. പക്ഷേ ഇവിടെ താമസിക്കുമ്പോൾ അത് പറ്റത്തില്ല. അത് നോക്കുന്നുണ്ടാണ്. കാരണം എന്ന് പറഞ്ഞാൽ രണ്ട് ലൈഫ് പാർട്ട്നേഴ്സ് അവരെ നോക്കുന്നില്ല. കാരണം അവരുടെ ലൈഫാണ്. ഇപ്പോൾ നാട്ടുകാരൊരിക്കലും നാളെ അല്ലേ ഇപ്പോൾ മനുഷ്യത്വമുള്ളവരാണെങ്കിൽ നാട്ടുകാരല്ലേ പോലും സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ളവർ നാളെ ഇപ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലും പറ്റി എടുക്കുവാണെങ്കിൽ അവർ വന്ന് നമ്മൾക്ക് ദാറ്റ് മീൻസ് വേണ്ട ഹെൽപ്പ് നമുക്ക് ചെയ്യും. ഇപ്പോൾ അവരുടെ പേഴ്സണൽ ലൈഫാണ്, അവർ നോക്കിയാൽ മതി. ഇപ്പോൾ അത് അമ്മയ്ക്ക് അറിയത്തില്ല. ഇപ്പൊ തൊട്ടടുത്തുള്ളത് നമ്മളെ കാര്യം അറിയുന്നത് ഇവിടെ ഇപ്പൊ ലൈറ്റ് ഉണ്ടോ ഇല്ലോ എന്ന് അറിയുന്നത് നമ്മുടെ തൊട്ടപ്പുറത്തുണ്ട്. ഇവിടെ ലൈറ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ 2 ദിവസമായിട്ട് ലൈറ്റ് കാണുന്നില്ലല്ലോ, ആലീസും നമ്പിയും അല്ല മോന് എന്തിയ എന്നുള്ളത് അവരെ അല്ല സ്ട്രേഞ്ചേഴ്സ് ഒന്നും അറിയത്തൊന്നുമില്ല. അല്ല അതറിയത്തില്ല. സ്ട്രേഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെ വേറെ ബൈ ചാൻസ് ഇതുവഴി വരുന്നവരാണ് സ്ട്രേഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ അതെന്ന് പറഞ്ഞാൽ വേറെ ഉപമയില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ലൈറ്റ് ഇടുമ്പോൾ താഴെ കാണുന്നു. പക്ഷെ എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ലൈഫ് അങ്ങനല്ലല്ലോ. പേഴ്സണൽ ലൈഫ് നാട്ടുകാർക്ക് കൈയിടാൻ പറ്റുന്ന സംഭവമല്ല, കൈയിടേണ്ട സംഭവമല്ല പേഴ്സണൽ ലൈഫ് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ഇപ്പോൾ രണ്ടുപേരൊരു ലൈഫ് തുടങ്ങുവാണോ, അത് അവരുടെ പേഴ്സണൽ ലൈഫാണ്. അതിൽ അവരുടെ ബിലോഡ് വൺസ് മാത്രം മതി. ബിലോഡ് വൺസ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം. നാട്ടുകാരന് ഓരോ ഇടപെടും വേണ്ട. അത് നാട്ടുകാരെ നോക്കാൻ പോകുന്നവർക്ക് ആ പ്രശ്നമുള്ളൂ. നാട്ടുകാരെ നോക്കാൻ പോകാത്ത ആ കുട്ടിക്ക് പ്രശ്നമില്ല. നിങ്ങൾക്ക് ദറ്റ് മീൻസ് നാട്ടുകാരെ നോക്കുന്ന അത് ഞാൻ പറയട്ടെ. ഇപ്പൊ ഞാൻ നാളെ ഞാനൊരു പാർട്ട്ണറായിട്ട് ലിവിങ് റിലേഷൻഷിപ്പോ ഇല്ലെങ്കിൽ ഒരു കല്യാണം കഴിക്കുമ്പോഴത്തേക്ക്
ഞങ്ങളുടെയാണ് ചോയ്സ് എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളുടെ ഡെസിഷനായിട്ട് മുന്നോട്ട് പോകണം, ഒരു പ്രശ്നമില്ല. അത് നിങ്ങൾ ദറ്റ് മീൻസ് മാതാപിതാക്കൾ നാട്ടുകാരെ നോക്കുന്നവരാണെങ്കിൽ മാതാപിതാക്കളുടെ ഡെസിഷൻ കൂടെ എടുക്കുമ്പോഴത്തേക്കാ നാട്ടുകാർ അവർ നമ്മൾ എന്താ വാല്യൂ നാട്ടുകാരെ മുഖവിലേക്ക് എടുത്തേ പറ്റുള്ളൂ. അവരുടെ താല്പര്യം വെച്ച് നമ്മൾ എന്താ പൊതുപരിപാടിയായിട്ട് കല്യാണമോ ഇല്ലെങ്കിൽ മറ്റു പരിപാടികളോ നടത്തണം എന്നുള്ള ബോധ്യം എന്താ അത്തരത്തിലുള്ള ആൾക്കാരുടെ കൂടെ ഡെസിഷൻ എടുക്കുമ്പോൾ ആ പ്രശ്നം വരുന്നത്. ആ ഡെസിഷൻ എടുക്കുന്ന ഒരു പ്രശ്നവുമില്ല. അവരെത്തരത്തിൽ എടുക്കുന്നുണ്ട്. പക്ഷെ നിന്റെ തലമുറയിൽ തന്നെ ജനിച്ചോളും, നിന്നെ പോലെ തന്നെ ഒരുപക്ഷെ നിന്നെക്കാൾ കൂടിയ ഫോൺ ഉപയോഗിക്കുന്നവരും കൂടെ സൗകര്യത്തിൽ ജീവിക്കുന്നവരും. പക്ഷെ അവരൊക്കെ അപ്പനും അമ്മയും പറഞ്ഞതിനെ ഡിപ്പെൻഡ് ചെയ്ത് അനുസരിച്ചും കാര്യങ്ങളൊക്കെ നല്ലതെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ചെയ്യുന്നത്. അവർക്കൊന്നും ഇത് ദോഷമായിട്ട് തോന്നിയിട്ടില്ല. നിനക്ക് അത് തോന്നുന്നത് ഒരുപക്ഷെ നിന്റെ അത്ര ബുദ്ധി അവർക്ക് ഇല്ലാഞ്ഞിട്ടുണ്ട്. അങ്ങനല്ല, അത് അവരുടെ ചോയ്സാണ്. അപ്പനമ്മയും പറയുന്നത് കേൾക്കണോ വേണ്ടോ എന്നുള്ള അവരുടെ ചോയ്സാണ്. ഇപ്പൊ എന്റെ കാര്യത്തിൽ വരുമ്പോഴത്തേക്ക് എന്റെ കാര്യത്തിൽ എന്റെ പേഴ്സണൽ ലൈഫ് വരുമ്പോഴത്തേക്ക് എന്റെ അപ്പയുടെ കയർ അഴിച്ചു വിട്ടതല്ല, അപ്പയുടെ കയർ ഞാൻ വെട്ടി വിട്ടതാണ്. അപ്പ എന്റെ കാലൊരു കയർ കിട്ടി, അത് ഞാൻ വെട്ടിക്കളഞ്ഞു. ഇപ്പൊ എന്താ ആ കയറിന്റെ ഒരു ചെറിയ നാര്, അതാണ് ഡിപ്പെൻഡൻസി. ആ ഡിപ്പെൻഡൻസിയും അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കളയണം എന്നാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. ആ കയറിന്റെ ഒരു ചെറിയ നാര് ഇപ്പോഴും ഇരിപ്പുണ്ട്. അങ്ങനെ ബോധം അത് അങ്ങനെ ഒരു ബോധം ഉണ്ടാകാൻ വേണ്ടിയാണ് വിദ്യാഭ്യാസം, പഠനം എന്നുള്ളത്. അല്ല, അത് വീട്ടിൽ വരുന്നുണ്ട്. അവരെന്നോട് ഒരു കാര്യം പറഞ്ഞു. വന്നവര് അങ്ങനെ എനിക്ക് പറയേണ്ട ആവശ്യമില്ല. കാരണം എന്ന് പറഞ്ഞാല് അത് അവന്റെ പരിപാടിയാണ്, അത് സെലിബ്രേഷൻ. ഞാൻ പറയട്ടെ അത് അവന്റെ പരിപാടിയല്ല, അവരുടെ പരിപാടിയായിട്ട് അവരോട് പറഞ്ഞു. അവന്റെ പരിപാടിയായിട്ടല്ല അവര് കണ്ടേക്കുന്നത്, അവരുടെ പരിപാടിയായിട്ട് അപ്പനും അമ്മയും കണ്ടേക്കുന്നു. അതാ വ്യത്യാസം. അങ്ങനെ ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അവന്റെ മാത്രം പരിപാടിയാണ്, അവന്റെ ഇഷ്ടത്തോടു കൂടി ചെയ്യും. ഇപ്പൊ ഞാനൊരു പരിപാടി ചെയ്യുമ്പോൾ അത് എന്റെ പരിപാടിയാണ്. അതാ ഞാൻ അവരോട് പറഞ്ഞത്. ഇപ്പൊ ഞാനൊരു സെൽഫിഷ് മെന്റാലിറ്റി അല്ല, അത് പേഴ്സണൽ മെന്റാലിറ്റിയാണ്. സെൽഫിഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ സെൽഫിഷ് എന്ന് പറഞ്ഞാൽ എന്താ അത് അവന്റെ പരിപാടി, അവന്റെ കാര്യം, അപ്പൊ ഞാൻ പറഞ്ഞ അവന്റെ പരിപാടിയിൽ അവരുടെ പരിപാടിയാണ്. അത് ആ ഒരു ഗ്രൂപ്പായിട്ട് അവർ കാണുന്നത്. പക്ഷെ നീ ഇവിടെ കാണുന്നത് അങ്ങനെയല്ല. നീ ഒറ്റപ്പെട്ട കാണുന്നത്. എനിക്ക് എന്റേത്, ഞാൻ മാത്രം അപ്പനും അമ്മ എന്തു ആയിക്കോട്ടെ അവർ നാളുകളും. ഇതിനാണ് നിങ്ങളുടെ ഡിസിഷൻ ഞാൻ മാനിക്കാതെ. കാരണം എന്ന് പറഞ്ഞാൽ എന്റെ പേഴ്സണൽ ലൈഫ് ഞാൻ നോക്കി കാണുന്ന രീതിയിൽ നീ നോക്കി കാണുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഡിസിഷൻ ഞാൻ എന്റെ ലൈഫിൽ എടുക്കത്തില്ല. പക്ഷെ അവൻ അതെടുക്കുന്നു ഇല്ല അവൾ അതെടുക്കുന്നു എന്നുള്ളത് അവരുടെ ചോയ്സ്. ഞാൻ എടുക്കത്തില്ല നിങ്ങളുടെ രണ്ടുപേരുടെ ഡിസിഷൻ. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ പേഴ്സണൽ എന്ന് പറയുന്ന ആളിന്റെ മകൻ തമ്പി അന്വേഷിച്ച് കല്യാണത്തിന് ക്ഷണിക്കാൻ പറ്റും. ഓക്കെ, തമ്പി പൊക്കും. കുടുംബത്തിലുള്ളവർ അവരെ അവമാനിക്കാൻ ഞാൻ അവരെ അഭിമാനിച്ചില്ലല്ലോ. ഞാൻ അവരെ അഭിമാനിച്ചില്ല. ഞാനൊരു ഞാൻ പറയട്ടെ, അവരെന്നെ വിളിച്ചു, ഞാൻ വരുമോ ഇല്ലയോ എന്നുള്ളത് പറഞ്ഞു. ഞാൻ വരുമോ ഇല്ലയോ എന്ന് പറഞ്ഞു. എന്താ അവർ വരുമോ ഇല്ലയോ എന്ന് ചോദിച്ചു. ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞു. എന്തുകൊണ്ട് വരത്തില്ലെന്ന് ആ വ്യക്തി ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ എന്റെ കാര്യം പറഞ്ഞു. അങ്ങനെ ചോദ്യം ചോദിച്ചേ, എന്തുകൊണ്ട് വരത്തില്ല? ഇവിടെ എന്താ ജോലിയൊന്നും ഇല്ലല്ലോ, വന്നുകൂടെ? എന്തുകൊണ്ട് വരത്തില്ല? ഞാൻ എന്റെ കാര്യം പറഞ്ഞു. അപ്പൊ ഞാൻ സംസാരിച്ചോണ്ടിരിക്കുമ്പോ അപ്പ പറഞ്ഞു മറ്റാരെയും വിളിക്കണ്ട, അവരെ വിളിക്കേണ്ട കാര്യമേ ഇല്ല. എന്നാലും ഞാൻ അത് കയറിയാക്കും. അവനെ വിളിക്കേണ്ട കാര്യമില്ലെന്ന് ഞാൻ പറയാം. ഇനിയും വരുന്നവരോട് ഞാൻ അങ്ങനെ പറയാം. എന്നെ വിളിച്ചാൽ മതി, എന്റെ ഭാര്യയെ വിളിച്ചാൽ മതി, വേറെ ആരോടും ഇൻവിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം അവരെ ഇൻവിറ്റ് ആഗ്രഹിക്കുന്നില്ല, അങ്ങനെ പറഞ്ഞേക്കാം. അത് നിങ്ങളുടെ ചോയ്സ്. അത് നിങ്ങളുടെ ചോയ്സ്, പറയണോ വേണ്ടോ എന്നുള്ളത്. അത് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ്. ഇപ്പൊ എന്നോട് വന്ന് പറഞ്ഞാൽ എന്റെ കാര്യം ഞാൻ പറയും. ചിട്ടയല്ല, പേഴ്സണൽ ലൈഫ് ചിട്ടയല്ല. പിന്നെ അപ്പ കഴിഞ്ഞ വീഡിയോയിൽ അപ്പൊ പറഞ്ഞ ഒരു അതോറിറ്റി എന്ന രീതി വരുമ്പോഴത്തേക്കാണ് ചിട്ട മറ്റേത് മറിച്ചതൊക്കെ വരുന്നത്. ഞാൻ അപമാനിച്ചില്ല. ഞാൻ അപമാനിച്ചിട്ടില്ല. ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ. ഞാൻ ഓപ്ഷൻസ് ആണ് പറഞ്ഞത്. ഒരു ചിലരല്ലേ ഇവിടെ ചിലപ്പോൾ അവർക്ക് മീൻസ് പ്രഗ്നന്റ് ആവുന്നില്ല. അവർക്കെന്ന് പറഞ്ഞാൽ ചിലപ്പം എന്തെങ്കിലും ഫിസിക്കൽ ഇഷ്യൂസ് കാണും, ചിലപ്പോൾ ഹോർമോൺ ഇഷ്യൂസ് കാണും. അപ്പോൾ ഇല്ലേ അങ്ങനെ വരുമ്പോഴത്തേക്ക് പല ഓപ്ഷൻ ഉണ്ട്. IVF
നമുക്ക് ഫെർട്ടിലിറ്റി ചെയ്ത് ഫെർട്ടൈൽ പരമായിട്ടല്ലേ നമുക്ക് പ്രഗ്നൻറ്റിലോട്ട് നമുക്ക് മൂവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്. അതേ തന്നെ അഡോപ്ഷൻ ഒരു ഓപ്ഷനാണ്, സരഗസി ഒരു ഓപ്ഷനാണ്. ഓപ്ഷൻസ് ആണ് ഞാൻ പറയുന്നത്, അല്ലാതെ ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്ന രീതി ചെയ്യരുന്നല്ല പറയുന്നത്. ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അവർ തന്നെ പറഞ്ഞല്ലോ സമൂഹത്തിനെ നോക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷെ എന്ന് പറഞ്ഞാൽ ലൈഫ് തുടങ്ങാൻ പോകുന്ന ഒരു സമൂഹത്തിൽ നോക്കുന്നില്ല. പക്ഷെ ഡെസിഷൻ എടുത്തവര് സമൂഹത്തിൽ നോക്കുന്നുണ്ട്. കല്യാണത്തിന് വന്ന് ക്ഷണിക്കാൻ വന്നു പോകുന്നവരോട് ഇങ്ങനൊക്കെ പറയേണ്ട കാര്യമുണ്ട്. അവരെന്നോട് ചോദിച്ചു അവരെന്നോട് ചോദിച്ചു തമ്പിയുടെ മകൻ എന്നുള്ള നിലയിൽ മകൻ തമ്പിയുടെ ഭാര്യ എന്നുള്ളതിൽ ഭാര്യയെ ക്ഷണിച്ചു, തമ്പിയുടെ മകൻ എന്നുള്ള മകനെ ക്ഷണിച്ചു. ഉടനെ മകൻ കിടന്നു ആർഗ്യുമെന്റ് ചെയ്ത് ഇന്നത്തെ സിസ്റ്റം ശരിയല്ല എന്നുള്ള രീതിയിൽ. ഞാൻ അങ്ങനെ പറഞ്ഞു, ഞാൻ സിസ്റ്റർ ശരിയല്ലെന്ന് പറഞ്ഞില്ല. അവരെന്നോടൊരു കാര്യം ചോദിച്ചു, എടാ മോൻ വരുമല്ലോ എന്ന് പറഞ്ഞപ്പോ ഇല്ല ആന്റി ഞാൻ വരത്തില്ല. ഇങ്ങനെയുള്ള കാര്യത്തിന് പോയി നിന്ന് കിട്ടുന്ന ശമ്പളം കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നുള്ള ബോധം. അതൊക്കെ അവർ വേറെ വീട്ടിൽ അവരുടെ മനസ്സിൽ തെളിയുന്നത്. ഇവർ നീ ഇങ്ങനെ പറയുമ്പോ നീ വിചാരിച്ചാലും പറഞ്ഞു മറന്നെന്നാണോ? ഒരിക്കലും പറഞ്ഞില്ല. വാക്കുകളും അവരുടെ മനസ്സിലിരിക്കും, അവരുടെ മനസ്സിൽ ഇങ്ങനെ ഇരിക്കണം. തമ്പി ഇങ്ങനെ, തമ്പിയുടെ മോൻ കണ്ടിട്ട് ഇങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയുമ്പോ നാണം കിടന്ന അതാ നിനക്ക് പറഞ്ഞു. നീ നിന്നെ മാത്രമേ കാണുന്നുള്ളൂ. നീ നിന്റെ വാക്കുകളിലൂടെ നിന്റെ പ്രവൃത്തിയിലൂടെ ആരൊക്കെ അപമാനിക്കപ്പെടുന്നു എന്നുള്ളത് നീ ചിന്തിക്കുന്നില്ല. നിനക്ക് വിഷയമല്ല. അത് എല്ലായിടത്തും ഉണ്ട്. അത് ഏത് സമൂഹത്തിലും ഉണ്ടാകും. ദാറ്റ് മീൻസ് അവമാനിക്കപ്പെടുന്നു എന്നുള്ളതാണ് അവിടെ നിർത്തിയത്. ഞാൻ പറഞ്ഞു അപ്പ പറയുന്ന കാര്യം ചിലത് തെണ്ടിത്തരമായ കാര്യമുണ്ട്, ദാറ്റ് മീൻസ് കണ്ണിച്ചോരയില്ലാത്ത കാര്യമുണ്ട്. അത് ഞാൻ പറഞ്ഞു, കുറച്ചു നേരം മുമ്പ് പറഞ്ഞു, ഞാൻ കണ്ണടിച്ചാൽ എൻ്റെ കണ്ണിട്ടാം, അപ്പ കണ്ണടിച്ചാൽ അപ്പയുടെ കണ്ണിട്ടാം. പക്ഷേ സമൂഹത്തിനെ ഇരുട്ടാക്കാൻ പോയാൽ അതെനിക്ക് താല്പര്യമില്ല. ഇപ്പോൾ അവരെന്നോട് ചോദിച്ചു വരുന്നോ ഇല്ലയോ എന്ന് ചോദിച്ചു. ഇല്ലെന്ന് പറഞ്ഞു. ഇവിടെ എന്തെങ്കിലും ജോലിയുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു. എന്തെങ്കിലും ജോലിയുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു. പറഞ്ഞില്ല. എങ്കിൽ പിന്നെ വരത്തില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ വരത്തില്ല, എനിക്ക് ഇതിനോട് താല്പര്യമില്ല. പിന്നെ എൻ്റെ നിലപാട് അവരത്രയും ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ നിലപാടും കൂടെ പറഞ്ഞു. അല്ലാതെ അവരെ അപമാനിക്കാനോ, അവരുടെ ഡിസിഷനാണ് എങ്ങനെ, മെയിനായിട്ട് ഒരു ലൈഫ് തുടങ്ങാൻ പോകുന്ന ലൈഫ് പാർട്ട്നേഴ്സിൻ്റെ ഡിസിഷനാണ് എങ്ങനെ വേണം നമ്മളുടെ പരിപാടി നടത്താൻ, സെലിബ്രേറ്റ് ചെയ്യണോ അല്ലയോ എന്നുള്ളത് അവരുടെ ഡിസിഷനാണ്. അതിൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ ഈ അപ്പൻ്റെ അമ്മയുടെയും എന്ന് പറഞ്ഞാൽ അപ്പനമ്മയും അവരുടെ ഡിസിഷനെ മാനിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടേതായ രീതിയിൽ പോകും. അല്ലാത്ത പക്ഷം അപ്പനും അമ്മയ്ക്ക് വേറൊരു ഡിസിഷൻ സമൂഹത്തിനെ കൂടെ ഉൾപ്പെടുത്തണം എന്നുള്ളത് എന്ന് പറഞ്ഞാൽ നാട്ടുകാരെ നോക്കി ജീവിക്കണം എന്ന് മറിമാറ്റാനായിട്ട് പറഞ്ഞു. കേട്ടോ നാട്ടുകാരെ നോക്കി എന്താ അങ്ങനെ കണ്ട് പറയുമല്ലോ അതിനകത്ത്. അപ്പോൾ അതെടുക്കുമ്പോൾ നാട്ടുകാരെ നോക്കാൻ പോയാൽ ഫ്രീഡം ഇല്ല. പിന്നെ നാട്ടുകാർ നാളെ ഒരിക്കലും ദാറ്റ് മീൻസ് ബോധമുള്ളവരായാൽ നാട്ടുകാർ അത്തരത്തിലും നാട്ടുകാർ കൂടണ വേണ്ടെന്നുള്ളത് അവരുടെ ഡിസിഷനാണ്. അവർ കുറച്ചുകൂടെ ബോധവാന്മാരാകുമ്പോഴത്തേക്ക് ഈ ഒരു ഫ്രീഡം അപ്പോഴാണ് ശരിക്കും ഫ്രീഡം ഉണ്ടാവുക. അല്ല ഇതുവരെ എന്ന് പറഞ്ഞാൽ ഒരു പാർഷ്യൽ ഫ്രീഡമാണ്. ആ ഫ്രീഡം പോയി നാളെ ഒരു ഫ്രീഡം എന്ന രീതിയിലെത്തും. അതാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഈ സിസ്റ്റം ശരിയല്ലെന്നോ ഇല്ലോ എന്നുള്ളതല്ല. സിസ്റ്റം മാറ്റാൻ നമ്മൾ തന്നെ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നാട് മാറണമെങ്കിൽ നാം മാറണം, നാട് നന്നാവണമെങ്കിൽ നാം നന്നാവണം. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? അത് ഈ റെക്കോർഡ് ബട്ടൺ ഓഫ് ചെയ്യുന്നതിന് മുന്നേ പറയണം. ഈ കഴിഞ്ഞിട്ട് പറയരുത്. വീണ്ടും മൊബൈൽ പേടിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. അങ്ങനെ പറയാനുണ്ടോ? എനിക്കിതേ പറയാനുള്ളൂ. മറ്റുള്ളവർ പബ്ലിക് ഇവിടെ പോകും, ആരെങ്കിലും ഇവിടെ കയറി വരുമ്പോൾ അവരുടെ മുമ്പിൽ ഒന്നേ പ്രത്യക്ഷപ്പെടാതിരിക്കും. ഇങ്ങനെയുള്ള ആർഗ്യുമെന്റ്സ് ആണ് പ്രത്യക്ഷപ്പെടാതിരിക്കും. അപ്പൊ അവർ ക്ഷണിക്കുക. അല്ല എങ്കിൽ ആയിക്കോട്ടെ കാണാം, സ്മൈൽ ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞു വിടുക. പുള്ളിക്കാരത്തി ആ സ്റ്റൂളിൽ ഇരിക്കുമായിരുന്നു. പുള്ളിക്കാരത്തി ആ ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുമായിരുന്നു. ഞാനിവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ആ പുള്ളിക്കാരത്തി എന്നോട് ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുമല്ല, ഈ നിൽക്കുന്നിടത്ത് നിൽക്കുമല്ല. പുള്ളിക്കാരത്തി അവിടെ ഇരിക്കുന്നു, ഞാനിവിടെ നെയ്യിൻ്റെ മറ്റേ സംഭവം ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രത്യക്ഷപ്പെട്ടിട്ടേ ഇല്ല. ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ല. ദാറ്റ് മീൻസ് വിഷ്വലി ഓഡിയോ മാത്രം ഞാൻ കേട്ടിട്ടുള്ളൂ, വോക്കൽ മാത്രം. അത് നേരെ കാര്യം എന്തിനാണ് ജനിപ്പിക്കാൻ പോയത്? അതല്ലേ അതാ പറയുന്നത്. കല്യാണം കഴിക്കുമ്പോൾ അതിലൊരു എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം. ഇപ്പോൾ കല്യാണമില്ല ലൈഫ് തുടങ്ങാൻ പോകുമ്പോൾ കുട്ടികളെ ജനിപ്പിക്കാൻ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ അതിൽ എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം. നാളെ കുട്ടികളുണ്ടായാൽ കുട്ടികൾ നാളെ എഡ്യൂക്കേറ്റഡ് ആകും. കുട്ടികളുടെ തീരുമാനം കുട്ടികൾ നാളെ എടുക്കും. ആ ഒരു ഡെസിഷൻ കൂടെ എടുത്തിട്ട് വേണം ഒരു ലൈഫ് തുടങ്ങാനും ഒരു കുട്ടികളെയൊക്കെ ജനിപ്പിക്കാൻ വേണ്ടി. ഞാൻ എപ്പോഴും പറയുന്നല്ലോ, സ്പേമും എഗ്ഗും തമ്മിൽ മീറ്റ് ചെയ്യിപ്പിക്കുക.
അറിയത്തില്ല ഇങ്ങനെ സംസാരിക്കത്തില്ലല്ലോ. അറിയാമെങ്കിൽ ഇങ്ങനെ സംസാരിക്കത്തില്ലല്ലോ. നോ ഫൈവ് ആണ് റെക്കോർഡ് ബട്ടൺ.